ഹലോ ഗായ്സ്, എന്നും നമ്മൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാൻ നേരമായി കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരെ മനസ്സിൽ ആദ്യമായിരിക്കും അല്ലേ. ഇന്ന് അവർക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുക, എന്ത് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടുക ആലോചിച്ചിട്ട് അപ്പോൾ ഇന്ന് ലേമോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഞാനിത് തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരവി അതിലേക്ക് ഏലക്കായ പൊടിച്ചതും പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ 3 ഏത്തപ്പഴം, വലിയ ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക, നല്ല പോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ. അതിലെ കട്ടയൊക്കെ മാറി ഒന്ന് ഉടഞ്ഞ് സെറ്റാവുന്നത് വരെ നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി പുട്ടുപൊടിയല്ല ഇട്ട് കൊടുക്കേണ്ടത്, നൈസ് തരി പത്തിരിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ഇല പറിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ഇതാ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്ന് നമ്മളത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചു കേട്ടോ. കഴുകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഇതാ 2 വശം നല്ല പോലെ കഴുകി കൊടുത്തുട്ടോ. അങ്ങനെ പൊടി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിട്ടോ. അങ്ങനെ ഇതാ കഴുകിയിട്ട് നമ്മൾ ആ ഇലയിലേക്ക് ഈ പഴത്തിൻ്റെ മിക്സ് വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ. നല്ല പോലെ പരത്തിയൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ തേങ്ങയും പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കുക കേട്ടോ കുറച്ച്. എന്നിട്ട് നമ്മളിത് മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പം 2 ഭാഗമായിട്ട് അങ്ങനെയാണ് മടക്കാറ് സാധാരണ. ഞാനത് 3 മടക്കായിട്ട് മടക്കിയിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തേങ്ങ ചാടി പോകണ്ട, കൊളാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ 3 മടക്കിയിട്ടാണ് വെച്ചത്. അങ്ങനെ എല്ലാം ഒരേപോലെ മടക്കി ആവിയിൽ വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് കഴിക്കാൻ കൊടുക്കുന്നത് ഏട്ടൻ്റെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അവൾക്കാണ് കേട്ടോ ആദ്യം കൊടുത്തത്. അപ്പോൾ അവൾ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയിട്ടോ. ഞാൻ ലേമോളെ കൂട്ടാൻ വേണ്ടി വണ്ടി വരുന്ന സ്ഥലത്തേക്കും പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി ഞാനൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. അവൾ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.